ഇന്ന് ഞങ്ങളുടെ യാത്ര അഗസ്ത്യാർ മലയിലേക്കാണ്. ഒരു ട്രക്കിംഗ് യാത്രയാണ്. ഞങ്ങൾ 4:15 വീട്ടിൽ നിന്നിറങ്ങി. 7:15 ഞങ്ങൾ ബോണക്കാട് ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് ട്രക്കിംഗ് പോയിൻറ്റിൻ്റെ അടുത്തെത്തി. ഇന്നത്തെ ട്രക്കിങ്ങിനായിട്ടുള്ള ആൾക്കാരെല്ലാം ട്രക്കിംഗ് സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി. നമ്മുടെ എൻട്രി പാസും മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പരിശോധനയും ബാഗേജ് പരിശോധനയും എല്ലാം കർശനമായി നടന്നു. പ്ലാസ്റ്റിക് സാധനങ്ങൾക്ക് പൂർണ്ണമായും വിലക്കാണ്. നമുക്ക് അകത്ത് ട്രക്കിംഗ് സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല, കൊണ്ടുപോകാൻ പാടില്ല. ട്രക്കിംഗ് 9:30 തന്നെ ആരംഭിച്ചു. ഞങ്ങൾ ഫസ്റ്റ് ബാച്ചായിരുന്നു. ആദ്യത്തെ ബാച്ചിൽ 12 പേരെയാണ് ആദ്യമായി അവർ കടത്തിവിട്ടത്. വെള്ളച്ചാട്ടം മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി ഇറങ്ങി വരുന്നു. നല്ല തെളിനീര് പോലുള്ള വെള്ളമാണ് ഇത്. കുടിക്കാൻ പോകുന്ന വഴിക്ക് കുടിക്കാനായിട്ട് നമുക്ക് കുപ്പികൾ നിറച്ചു കൊണ്ടുപോകാൻ പറ്റുന്നു. ചെറിയ കയറ്റങ്ങൾ കണ്ടു തുടങ്ങി. വഴി ചെറിയ വഴിയായി കല്ലുകൾ പൊങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിലൂടെ കയറ്റവും കയറിയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. പോകുന്ന വഴിയിൽ നമുക്ക് വലിയ വൃക്ഷങ്ങൾ കാണാം. വൃക്ഷങ്ങളുടെ ഇടയിലുള്ള പൊത്തുകൾ നമുക്ക് കാണാം. തെളിനീര് പോലുള്ള നീർച്ചാലുകൾ. വളരെ മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ്. ഈ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടം. പോകുന്ന വഴിയിൽ പെട്ടെന്ന് ഞങ്ങളൊരു പച്ച കളറുള്ള ഒരു പാമ്പിനെയാണ് കണ്ടത്. വളരെ നേർത്ത പച്ച കളറിലുള്ളൊരു പാമ്പ്. അതിനിടയിലോട്ട്, ആ മരത്തിനിടയിലോട്ട് കയറി പോകുന്നത് നമുക്ക് കണ്ടു. വെള്ളക്കെട്ടുള്ള ഒരു പ്രദേശത്ത് വെള്ളച്ചാട്ടത്തിനടുത്തായിട്ട് ചിത്രശലഭങ്ങൾ, വെളുത്ത കളറുള്ള മനോഹരമായ ചിത്രശലഭങ്ങൾ ഇങ്ങനെ വട്ടം കൂടി പറക്കുന്നത് നമുക്ക് കാണാം. നല്ലൊരു വെള്ളച്ചാട്ടവും നമുക്കവിടെ കാണാൻ പറ്റും. നല്ലൊരു മൊട്ടക്കുന്ന് കയറ്റമാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. നല്ല വെയിലും ചൂടുമുണ്ട്. കാറ്റുള്ളത് കൊണ്ട് ചൂടിൻ്റെ കാഠിന്യം നമുക്ക് വളരെ ഇതായിട്ട് അഫക്റ്റ് ചെയ്യത്തില്ല. ചുറ്റുപാടും കാടുകളും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് അടുത്ത ഒരു മലയും അത് വഴി ഉള്ള ട്രക്കിംഗ് പാത്തും നമുക്ക് കാണാൻ കഴിയും. അങ്ങകലെ നമുക്ക് അഗസ്ത്യമലയുടെ ഭാഗങ്ങൾ കാണാൻ കഴിയും. ഏകദേശം 4 മണിയോടുകൂടി ഞങ്ങൾ ബേസിക് ക്യാമ്പിലെത്തി. അടുത്തുള്ള അരുവിയിൽ പോയി കുളിച്ച് ഫ്രഷായി വന്നൊന്ന് റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമുള്ള കഞ്ഞിയും പയറും ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചു. ക്ഷീണമുള്ളതിനാൽ രാത്രി സുഖമായി ഉറങ്ങി. പിറ്റേന്ന് രാവിലെ 6 മണിക്ക് തന്നെ ഞങ്ങൾ എത്തി. 7:30 ബേസ് ക്യാമ്പിൽ നിന്ന് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അഗസ്ത്യമലയിലേക്ക്. അതിന് മുമ്പ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഏഴരയ്ക്ക് തന്നെ 2 ദിവസത്തെ ട്രക്കിംഗ് അഗസ്ത്യമലയിലേക്കുള്ളത് സ്റ്റാർട്ട് ചെയ്തു. തുടക്ക സമയം വളരെ ഈസിയാണ്. നമുക്ക് കയറി പോകാൻ നല്ല വഴി. കുറച്ച് കഴിയുമ്പോൾ വഴിയെല്ലാം നാരയാകും, ചെറിയ വഴിയാകും, കാട്ടുവഴിയാകും. പാറയും പാറക്കെട്ടുകളും
കുന്നും ഇടയ്ക്ക് വേരുകളും ഒക്കെയുള്ള വഴിയിൽ താണ്ടി കാണുന്ന അഗസ്ത്യമലയിൽ നമ്മളെത്തണം. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് മൊട്ടക്കുന്നുകൾ കാണാം, അതുപോലെ തിക്ക് ഫോറസ്റ്റ് കാണാം. നമ്മളെ ബേസ് ക്യാമ്പും ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. അങ്ങനെ കുന്ന് കയറി മുകളിൽ വരുമ്പോൾ നമുക്കൊരു പാറ കുന്ന് കാണാം. പൊങ്കാലപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ നല്ലൊരു അരുവി നമുക്ക് പാറ ഇടുക്കിൽ കൂടി ഇറങ്ങി വരുന്നത് കാണാം. ഇവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാം. ഇവിടെ നിന്ന് റെസ്റ്റും എടുത്ത് ഇവിടെ നിന്ന് വെള്ളവും കളക്ട് ചെയ്താണ് അടുത്ത കയറ്റത്തിലോട്ട് കയറാൻ പോകുന്നത്. അങ്ങ് ദൂരെ നമ്മൾ കാണുന്നത് നമ്മൾ ഇവിടേക്ക് വന്ന വഴിയാണ്. വളരെ സാഹസികമായ ഒരു കയറ്റമാണ്. ഇതിൽ കൂടെ ആണ് നമ്മൾ കയറി പോകേണ്ടത്. ഇവിടെ റോപ്പ് ഇട്ടിട്ടുണ്ട്. റോപ്പിൽ കൂടെ നമുക്ക് പിടിച്ച് നമുക്ക് മുകളിലോട്ട് കയറാം. ഇനിയുള്ളത് കുറച്ചുകൂടി ടഫായിട്ടുള്ളൊരു ടെറൈനാണ്. നമുക്കറിയാം, പാറയിൽ കൂടി കയറിൽ പിടിച്ച് മുകളിലോട്ട് കയറണം. അങ്ങനെ ഞങ്ങൾ 10:50 ആയപ്പോൾ, രാവിലെ 10:50 ആയപ്പോൾ ഞങ്ങൾ അഗസ്ത്യർകൂടം പീക്കിൽ എത്തി. അവിടെ നിന്ന് നമുക്ക് ചുറ്റുപാടും നോക്കിയാൽ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം നമ്മൾ അനുഭവിക്കുന്നത് വളരെ നല്ലൊരു അനുഭൂതിയാണ്. ഇത്രയും കഠിനമായ ട്രക്കിംഗ് കഴിഞ്ഞ് നമ്മൾ ആ ടോപ്പ് ലെവലിലെത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസികവും ശാരീരികവുമായ ഒരു ഉല്ലാസം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അഗസ്ത്യൻ മുനിയെ ഞങ്ങൾ കണ്ടു. മുക്കാൽ മണിക്കൂറോളം ഞങ്ങൾ ആ ടോപ്പിൽ ചിലവഴിച്ചു. 11:30 ആയപ്പോൾ ഞങ്ങൾ താഴോട്ടിറങ്ങാൻ തുടങ്ങി. ഇറക്കത്തിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണെന്ന് നമുക്ക് തോന്നി ഇറങ്ങാനായിട്ട്. കാരണം കയറ്റം അത്രയും അതികഠിനമായിരുന്നു.
ഏകദേശം 2:30 ഞങ്ങൾ ബേസ് ക്യാമ്പിലെത്തി. വളരെ ക്ഷീണിതരായിരുന്നു, ശാരീരികമായി നല്ല ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് ഞങ്ങൾ അവിടെ റെസ്റ്റ് എടുത്തു. പിറ്റേന്ന് രാവിലെ 8 മണിക്ക് ഞങ്ങൾ തിരിച്ച് ബേസ് ക്യാമ്പിൽ നിന്ന് എൻട്രി പോയിന്റിലേക്ക് ട്രക്കിംഗ് ആരംഭിച്ചു. കൂടുതൽ വിശദമായ ഒരു വീഡിയോ ഇനി ഉൾപ്പെടുത്തുന്നില്ല, കാരണം ഞങ്ങൾ പോയ വഴിക്കുള്ള വിഷ്വൽസ് എല്ലാം കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ഇതിന് വരുന്ന വഴിക്ക് തന്നെ ആ വെള്ളച്ചാട്ടം ഞങ്ങൾ അവിടെ ഒന്ന് കുളിച്ചു. നല്ല ഒരു ഉന്മേഷം കിട്ടി. ഏകദേശം 1 മണിയോട് അടുപ്പിച്ച് ഞങ്ങൾ രജിസ്ട്രേഷൻ ഡെസ്കിൽ തിരിച്ചെത്തി. നമ്മളെ സ്വീകരിക്കാനുള്ള ആരും ഇല്ലേ? ഈ ഒരു 3 ദിവസത്തെ ട്രക്കിംഗ് നമുക്ക് വളരെ നല്ല അനുഭവങ്ങളാണ് നൽകിയത്. നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്തും മെൻ്റൽ സ്റ്റെബിലിറ്റിയും ടെസ്റ്റ് ചെയ്യുന്ന ഒരു ട്രക്കിംഗ് ആണ് അഗസ്ത്യമലയിലേക്ക് ഉള്ളത്. ഞങ്ങൾ 3 പേരും വളരെ നല്ല രീതിയിൽ ഈ ഒരു ട്രക്കിംഗ് എൻജോയ് ചെയ്തു.